രാജാവ്, തമ്പുരാൻ, പിന്നെ പൊന്നു തമ്പുരാൻ, ഇതൊക്കെ എന്നെ ആരും വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് ഇല്ല, ഞാൻ 30-40 കൂടെ പോകില്ല എന്ന്. പിന്നെ 40 മൈൽസ് ആയിരുന്നു. അത് കിലോമീറ്റർ അല്ല, 40 മൈൽസ് എന്ന് പറയുമ്പോൾ അറൗണ്ട് 80 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചാവും. ഈ റോഡ് ക്രോസ് ചെയ്ത് അരുവി ക്രോസ് ചെയ്തുകൊണ്ടിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലേ തമ്പുരാൻ ഇവിടെ കയറാൻ ഒരു മുറി, അത് തുറക്കുമ്പോൾ വേറൊരു മുറി, അതിൻ്റെ അകത്താണ് ശരിക്കുള്ള ബി നിലവറ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ മറ്റേ പാമ്പ്, നമ്മൾ വലിയ ചങ്ങലൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കാർക്ക് പേടി അതിൻ്റെ അകത്ത് എന്താണ് ഇത് കിലുങ്ങുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ എത്രയോ 750 ഗ്രാം സ്വർണം കാണാനില്ല. ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ ഒന്നിലത് നല്ലോണം പഠിക്കണം, അല്ലെങ്കിൽ അതിൽ പരാമർശിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കെങ്കിലും ചെയ്തിട്ട് വേണം പബ്ലിഷ് ചെയ്യാൻ. നമ്മളെ ചുമ്മാ മോശമാക്കാൻ വേണ്ടി. എൻ്റെ ചരിത്രം പഠിക്കുന്നതെന്നും നമ്മൾ നല്ലതാണ്. ലോകത്ത് എത്രയോ രാജാക്കന്മാരുണ്ടായിരുന്നു, അവരൊക്കെ എന്തൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തു. നമസ്കാരം, ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ഗസ്റ്റാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയങ്കരനായ ആദിത്യ വർമ്മ തമ്പുരാനാണ്. സ്വാഗതം സാർ. നമസ്കാരം. സാറിനെ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പ്ലസൻ്റ്, ഒരു പോസിറ്റീവ് വൈബ് സത്യം പറഞ്ഞാൽ കിട്ടിയ കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ഒരു രാജാവ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു രാജകുടുംബത്തിൽ നിന്ന് വന്നെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പേടിക്കും. കാര്യം നമ്മൾ സിനിമകളിലും കണ്ടതൊക്കെ ഒരു ഗാംഭീര്യമുള്ള ശബ്ദം അല്ലെങ്കിൽ ആരവിടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സിനിമയിലെല്ലാം കണ്ട ഒരു ആഠിത്യമുള്ള വിത്ത് റെസ്പെക്റ്റ് നമ്മളത് പറയുന്നത്. പക്ഷേ സാറിനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സാറ് വന്ന് നമ്മളെ വെൽക്കം ചെയ്യുമ്പോൾ തന്നെ വളരെ പ്ലസൻ്റായിട്ട് വളരെ നല്ലൊരു സ്മൈലിലൊക്കെയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര താങ്ക്സ് ഉണ്ട് സാറിനോട്. പക്ഷെ എന്താണ് സാർ എപ്പോഴും ഓൾവേസ് ഇങ്ങനെ തന്നെയാണോ? അയ്യോ സാർ, അല്ല സാർ, നമ്മൾ വിത്ത് റെസ്പെക്ട് ആണ് സാറിനെ പറയുന്നത്. ഭയങ്കര അല്ല, ഈ ആഠിത്യം പഴയ കാലത്താണെങ്കിൽ ആരവിടെ അവരെ വിളിച്ചോണ്ട് വരും. അല്ല, ആൾക്കാർ രാജാവ് ഗസ്റ്റ് വരുമ്പോൾ പോലും അദ്ദേഹം മുറി കാണില്ല. ഗസ്റ്റ് വന്നൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് മുറിയിലോട്ട് വരുന്നത്. കൂടെ 3-4 പേര് മുമ്പിലും 2 പേര് പുറകിലും. ഇപ്പോൾ ഈ കാർ എസ്കോട്ട്, അന്ന് കാറില്ലാത്തതുകൊണ്ട് ആൾക്കാരാണ് എസ്കോട്ട് പോകുന്നത്. നമ്മുടെയൊക്കെ കാലമായപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അമ്മ പിന്നെ സ്കൂളിലൊന്നും പോയിട്ടില്ല, കോളേജ് വിട്ടാണ് അമ്മയും വല്യമ്മയൊക്കെ. നമ്മൾ കുറച്ചുകൂടി ഇപ്പോഴത്തെ തലമുറയുമായിട്ട് മിക്സ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് സാർ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ ഉള്ളവർക്ക് അറിയായിരിക്കുമല്ലോ സാർ ഈ ഒരു രാജകുടുംബത്തിലുള്ള ആളാണ്. ചെറിയ ക്ലാസ്സിലൊന്നും അറിയില്ല. അപ്പോൾ എപ്പോഴും ആളുകൾ ഇത് അറിഞ്ഞു തുടങ്ങിയത് 6ാം ക്ലാസ് നമ്മുടെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചു വരുമ്പോൾ ടീച്ചർ പറയും ആയത്തൂർമ്മയുടെ പഠിക്കുന്നത് മൊത്തം അതായിരിക്കും സാർ. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ വരുമ്പോൾ പറയും അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് ഇവിടെ ഭരിച്ചതെന്നൊക്കെ. സാർ, അപ്പോൾ അത് പഠിക്കുന്ന സമയം സാറിന് എന്താ തോന്നുന്നത്? സാറിൻ്റെ എല്ലാവരുടെയും റിലേറ്റീവ്സ് ആണല്ലോ ഇതിൽ, നമുക്കെല്ലാം ചരിത്രകാരൻ, പൂർവികരാണ്. അപ്പോൾ സാറിന് അതൊക്കെ കാണുമ്പം പഠിക്കുന്ന സമയം സാറിന് എന്താണ് ഫീൽ ചെയ്യുന്നത് പഠിക്കുമ്പോൾ? ശരിക്കും ഹിസ്റ്ററിയൊക്കെ ഞാൻ പൊതുവെ പഠിക്കാൻ അല്പം പുറമോട്ടായിരുന്നു ഹിസ്റ്ററി. പക്ഷേ ഹിസ്റ്ററിയൊക്കെ കൂടുതൽ സയൻസ് ആയിരുന്നു എനിക്ക് കുറച്ചുകൂടി താല്പര്യം. ഫിസിക്സ്, കെമിസ്ട്രി ഇല്ല, ഫിസിക്സ്, ഈ പ്രത്യേകിച്ച് ആസ്ട്രോണോമി, ആസ്ട്രോനോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു കുട്ടിക്കാലം തൊട്ട് താല്പര്യം. പക്ഷേ പഠിച്ച് വന്നപ്പോൾ പിന്നെ അത് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ശരിയാവട്ടെ പിന്നെ BCom എടുത്തു. പിന്നെ ചരിത്രം പഠിക്കുന്നതെന്നും നമ്മൾ നല്ലതാണ്. ലോകത്ത് എത്രയോ രാജാക്കന്മാരുണ്ടായിരുന്നു, അവരൊക്കെ എന്തൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തു. അതെല്ലാം ഇവിടുത്തെ മാത്രമല്ല, ലോകം മൊത്തം, ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞ് വേൾഡ് ഹിസ്റ്ററി നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം എന്തൊക്കെ നടന്നു പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. സാർ, ഇപ്പം നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്ന ഓണം സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓണം തന്നെയാണ്. സ്പെഷ്യലി നമ്മൾ രാജകുടുംബത്തിലൊക്കെ പണ്ട് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പോലെ ആയിരുന്നില്ല ഓണം ആഘോഷിച്ചിരുന്നത്. സ്പെഷ്യലായിട്ട് അവർ കുറച്ചും കൂടെ രീതിയിൽ ആചാരങ്ങളും കുറച്ചും കൂടെ വളരെ ഫെസ്റ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ ഓണം എന്ന്. സാറിൻ്റെ ഓർമ്മയിൽ ബാല്യത്തിൽ ഈ പണ്ടത്തെ ഓണം എങ്ങനെയായിരുന്നു? പണ്ടത്തെ ഓണം മെമ്മറീസ് ഓർമ്മ വെച്ചുള്ള കാലം പറയുകയാണെങ്കിൽ ആദ്യത്തെ നമുക്ക് ഉത്സാഹം വരുന്ന സ്കൂളിൽ അവധി, അതാണ് ഫസ്റ്റ് അവധി. പിന്നെ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് ഓണക്കോടി കിട്ടും, ചെറിയ മഞ്ഞ തോർത്തുണ്ടല്ലോ, തോർത്ത്. പിന്നെ ചെറിയൊരു അമ്പുമില്ലും കിട്ടും തടിയിലുള്ളത്, അതും ഇതിൻ്റെ ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഓരോ ഫാമിലി മെമ്പേഴ്സിനും അദ്ദേഹത്തിന് അത് വാങ്ങിച്ച് അദ്ദേഹത്തിന് നമസ്കരിച്ചിട്ട് ഇത് വാങ്ങിക്കും.
എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്ക് മാത്രമാണ്? കുട്ടികൾക്ക് വലിയവർക്ക് അദ്ദേഹം കൊടുക്കില്ല, പിന്നെ ഞങ്ങൾ ചോദിച്ച് വാങ്ങിക്കും. പിന്നെ ഒരു കെട്ടായിട്ട് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് വരുന്നതാണ്, അത് ഞങ്ങൾക്ക് തരും. പിന്നെ പണ്ട് ഈ പട്ടം ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി, ഞങ്ങൾ കുട്ടികളല്ലേ പട്ടം പറത്തുന്ന, അതൊക്കെ പറത്തുന്നതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്ക് ഈ പട്ടം പറത്തലും കാറോടിക്കലും കൂടുതലും മൊബൈലിലാണല്ലോ. നമുക്ക് ഡ്രോൺ ആണ് സാർ ഇപ്പൊ, കഴിച്ചില്ല കെട്ടുപൊട്ടിയ പട്ടെന്ന് പറഞ്ഞ അന്ന് കുറച്ചുകൂടെ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ക്രിക്കറ്റ് കളി, പന്ത് കളി, ഊഞ്ഞാല്. നമ്മളിവിടെ 2 ഊഞ്ഞാലുണ്ടായിരുന്നു, വലിയ ഊഞ്ഞാലും കൊച്ചു ഊഞ്ഞാലെന്ന് പറഞ്ഞു. അപ്പൊ ഈ വലിയ ഊഞ്ഞാല് ഞാൻ കുട്ടിയായോണ്ട് അതിൽ ഒറ്റയ്ക്ക് കയറാൻ സമ്മതിക്കൂല, ആരെങ്കിലും നിൽക്കും താഴെ. ഗ്രൂപ്പായിട്ട് കയറുന്ന ഊഞ്ഞാല് ഇല്ല, കുറച്ചുകൂടെ ഹൈറ്റുള്ള അതായിരുന്നു. പിന്നെ ഒരു ചെറിയ ഊഞ്ഞാലും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുട്ടിയായോണ്ട് അന്ന് വലിയ ഊഞ്ഞാല് കയറ്റൂലായിരുന്നു. പക്ഷെ എനിക്ക് വലിയ ഊഞ്ഞാല് കാരണം അതിലൊക്കെ ആടും. പിന്നെ 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം സദ്യയാണ്. പിന്നെ ചതയം വരുമ്പോൾ വല്യച്ഛൻ്റെ ജന്മനാള്, പിന്നെ അവിട്ടത്തിൻ്റെ വേറൊരു അപ്പൂപ്പൻ്റെ പിറന്നാള്, തിരുവോണത്തിന്, അങ്ങനെ ബന്ധുക്കളുടെ പിറന്നാളുകൾ ഈ ഓണം അടുപ്പിച്ചുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ പിറന്നാൾ, ഈ എല്ലാം ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പം അങ്ങനെ വലിയ ആഘോഷമായ ആൾക്കാർ ഫാമിലി ഗെറ്റ് ടുഗദർ. പിന്നെ തിരുവോണം എന്ന് പറയുന്ന ശ്രീ പത്മനാഭൻ്റെ നാളും കൂടെ ആണല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. തീർച്ചയായിട്ടും. അപ്പം ശരിക്കും ഈ സമയത്തുള്ള ഓണം എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യസ്തമാണ്. എല്ലാവരും ബിസി ഷെഡ്യൂളാണ്, തിരക്കാണ് എല്ലാവർക്കും. ഓണം എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കി ഉള്ള സമയത്ത് 4 days എങ്ങനെയെങ്കിലൊക്കെ സദ്യ കഴിച്ച് അങ്ങനെ ഒരു നമുക്ക് തീർക്കണം ആ ഫെസ്റ്റിവൽ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ ഇവിടെ എല്ലാവരും പണ്ടത്തെ ആചാരങ്ങളും ഒക്കെ ഇപ്പോഴും കൊണ്ടുവരികയാണല്ലോ, മലയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. അതെ, മലം തേൻ, പിന്നെ അവിടെ ഉണ്ടാകുന്ന പ്രത്യേകം ചില വെജിറ്റബിൾസ് തന്നെ, വലിയ കുമ്പളങ്ങ പോലെ എൻ്റെ പേര് പോലും അറിഞ്ഞൂടാ. പിന്നെ ഈ കൈ കൊണ്ട് ചെയ്യുന്ന എന്താ ചൂരൽ വട്ടികളിലാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. തേനും അവരുടെ പ്രത്യേക ഒരു ഇതിലാണ് കൊണ്ടുവരുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും. പിന്നെ ഇപ്പോഴും കൊണ്ടുവരുന്നത്. പിന്നെ അവരെപ്പോ വന്നാലും അവർക്ക് പരാതിയാണ്, അവർ കൃഷി ആന നശിപ്പിക്കുന്നു, മറ്റേ പന്നി, അങ്ങനത്തെ കാട്ടുപോത്ത് സാറിനോട് പറയും. പിന്നെ അവരിപ്പോഴും ഇടയ്ക്കും പറയുന്നുണ്ട്, സ്കൂളിൽ പോകുമ്പോൾ അവർ ആനയൊക്കെ കുട്ടികൾ കാണാറുണ്ടെന്ന്. ഉൾവനത്തിലല്ലേ ജീവിക്കുന്നത്. അവരുടെ ലേറ്റസ്റ്റ് ഡിമാൻഡ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മൊബൈൽ കണക്ടിവിറ്റി വേണമെന്നായിരുന്നു. അത് ശരി. അപ്പൊ എന്ത് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ അവർക്ക് ആവശ്യങ്ങൾ അത്രയും വേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. അതെ, തീർച്ചയായിട്ടും. സാർ നേരത്തെ പറയുകയുണ്ടായി മഹാവിഷ്ണുവിന്റെ നാളാണ് തിരുവോണം. അപ്പൊ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ പത്മനാഭൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു അഹങ്കാരവും നമുക്ക് എല്ലാ അന്തസ്സും ഒക്കെയാണ്. ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആണ്. നമ്മുടെ നിധിശേഖരങ്ങൾ കാരണം ഇത്രയും വലിയൊരു ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടെയാണ് സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ്, എനിക്ക് തോന്നുന്നു സാറ് അതിൽ നിലവറയിൽ കയറാൻ പറ്റിയിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് സാറ്. അപ്പൊ സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിലവറയിൽ കയറിയപ്പോൾ? നിലവറ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഈ കേസ് വരുമ്പോഴാണ് അറിയുന്നത്. അതുവരെ നോക്കുമ്പോൾ കുറെ ഇരുമ്പ് അഴികളിൽ 2-3 മുറി ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ചോദിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. തുറന്ന് നിലവറയാണെന്ന് അറിഞ്ഞ് അതിൽ ഈ തുറക്കാതിരിക്കുന്ന ഈ എയും ബി എന്നും പറയുന്ന ഈ 2 എണ്ണമാണ്. സ്ഥിരം ബി തുറന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. അതിൽ എന്താണ് കയറാൻ ഒരു മുറി, അത് തുറക്കുമ്പോൾ വേറൊരു മുറി, അതിൻ്റെ അകത്താണ് ശരിക്കുള്ള ബി നിലവറ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ മറ്റേ പാമ്പ്, ഇതൊക്കെ സൈൻ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഇത് കാണാത്തവരാണ് ഈ അവരുടെ ഭാവന ചിത്രം വെച്ചാണ് ഈ ഇടയ്ക്ക് കുറെ എന്താ യൂട്യൂബിൽ ചെറിയ ആനിമേറ്റഡ് മൂവീസ് ഒക്കെ അങ്ങനെയൊന്നുമില്ല. ഏ നിലവറയുടെ ഭിത്തിയില് ഇത്രയും പൊക്കത്തിലൊരു പാമ്പിനെ കൊത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും അതിനകത്ത് എന്താണ് സാർ ഉള്ളത്? നിലവറയ്ക്കകത്തൊക്കെ സാർ കണ്ടതൊക്കെ എന്താണ്? ഭഗവാന്റെ ആഭരണങ്ങളും കോയിൻസ്, പിന്നെ ഒരു ഇത്ര പഴയ പാല് കൊണ്ടുവന്ന ക്യാൻ കണ്ടിട്ടുണ്ടോ സൈക്കിളിലൊക്കെ, അലൂമിനിയം ക്യാൻ, അതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വലിയ ചങ്ങലൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ തുറക്കാൻ പറഞ്ഞു. അപ്പൊ അത് അവസാനം പൂട്ട് അതൊക്കെ അടിച്ച് തുറന്നു. കുലിക്കപ്പോൾ കുലുങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെ താഴെയായിരുന്നു, അടിയിലായിരുന്നു. അപ്പോൾ അതിനെ കെട്ടി മുകളിൽ വെച്ചിട്ട് മുകളിലോട്ട് സെക്കൻഡ് ലെവലിലോട്ട് വെച്ചിട്ട് തുറന്നു. അപ്പോൾ ഈ ആൾക്കാർക്ക് പേടി അതിൻ്റെ അകത്ത് എന്താണെന്ന്, ഇത് കിലുങ്ങുന്നുണ്ട്. അപ്പോൾ അവസാനം കോയിൻസ് ഒന്നും അല്ല, നോക്കിയപ്പോൾ ഈ നെൽമണി സ്വർണ്ണത്തിൽ അത് ഫുള്ള്. പഴയ കാലത്ത് ഇത് കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ നാടിന് ദാരിദ്ര്യം അങ്ങനെ കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ ഇത് ബാങ്കിൽ, ശ്രീ പത്മനാഭസ്വാമിയുടെ അന്നത്തെ ബാങ്കായിരിക്കും, ബാങ്കിൽ വെച്ചിട്ട്
പാവപ്പെട്ടവർക്ക് കൃഷി ചെയ്യാൻ പലിശ ഇല്ലാതെ കൊടുക്കണം. ഇത് സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കും. എന്നിട്ട് അവർ കൃഷി ചെയ്ത് ഈ എടുത്ത പൈസ എത്ര തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ നെൽമണി തിരിച്ച് അമ്പലത്തിൽ വയ്ക്കും. തിരിച്ചു വയ്ക്കും. ഓക്കെ, കേട്ടിട്ടുണ്ട്. അതൊരു 750 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. അത് ആ വലിയ ഓക്കെ ഓക്കെ. സാർ അതിൽ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയ എന്തെങ്കിലും ഉണ്ടോ അതിൽ കണ്ടതിൽ? ഓരോ പ്രോഡക്റ്റും യുണീക്കാണ്. ഈ ചരപ്പുളിമല എന്നൊക്കെ കേട്ടിട്ടില്ലേ, 18 അടി നീളം എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും അത് 9 അടിയാണ്. 9 അടി നടുക്ക് ഈ പഴയ രക്ഷയില്ലേ, രക്ഷ പോലെ ഇങ്ങനെ 2 സ്ക്രൂ വെച്ച് തിരിക്കും. അപ്പൊ ഇത് ഊരുമ്പോ 9 അടിയുള്ളത് 18 ഫീറ്റ് ആവും. 3 സ്ട്രാൻഡ്സ് ഉണ്ട്, 6 സ്ട്രാൻഡ്സ് ഉണ്ട്. അതെല്ലാം അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓ അത് ശരി ശരി സാർ. അതെന്തായാലും വലിയൊരു ഭാഗ്യമാണ് നമുക്ക്. സാർ കണ്ടല്ലോ എല്ലാം ഇപ്പോൾ എല്ലാം ഭംഗിയായിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഇതെല്ലാം ഓരോ ബോക്സ്, സ്റ്റീൽ ബോക്സുകളിലാക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേതെല്ലാം കൂടെ ഇങ്ങനെ വർഷങ്ങളായി തുറക്കായിരുന്നോട്ടെ അങ്ങോട്ട് ചിതറി കിടന്നാണ്. അതെ അതെ. അപ്പം ബി നിലവറ ഇതുവരെ തുറന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അതിനകത്ത് എന്താണ് സാർ ഉള്ളത്? ഒരു പിടിയില്ല. ചിലർ പറയുന്നത് കോയിൻസ് ആയിരിക്കും, ചിലർ പറയുന്നത് അതിൻ്റെ അടിയിൽ കൂടെ എന്താണ് തുരങ്കമുണ്ട് ശ്രീകോവിലിലോട്ട് വരാൻ. നമുക്കറിയില്ല. പക്ഷേ അത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ പ്രശ്നമാകും, വെള്ളത്തിലാകും, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് ചോദിച്ചാൽ പറയാൻ അറിയില്ല. ദേവപ്രശ്നം വെച്ച് തുറക്കണ്ടെന്നാണ് പറഞ്ഞത്. തുറക്കണ്ട. അതിൻ്റെ അകത്ത് ചക്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് അത് കേസ് വന്നപ്പോ ഇറങ്ങിയ ഈ ന്യൂസുകളാണ്. വെള്ളപ്പൊക്കം വരും, കടലടി കൂടെ കയറും. അതിൻ്റെ അകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പറ്റില്ല. ഇല്ല സാർ, ഞാൻ വേറൊരു കാര്യം സാറിനോട് ചോദിക്കുകയാണ്. ഈ ഇടയ്ക്ക് ഞാൻ നമ്മൾ ഓൺലൈൻ മീഡിയയിൽ കണ്ടതാണ് സാറിനെ പറ്റിയിട്ട്. അതായത് നമ്മൾ കുറച്ച് അതിൽ നമുക്ക് സത്യാവസ്ഥ സാറിൽ നിന്ന് കേൾക്കണമല്ലോ, അത് പ്രേക്ഷകർ സാറിനും വായിൽ നിന്ന് അത് അറിയണം എന്ന് എനിക്ക് തോന്നി. അതായത് നമ്മുടെ ഈ ഇടയ്ക്ക് കവടിയാർ കൊട്ടാരത്തിൽ ഇവിടെ ആളുകൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ളവർ ഉറപ്പായിട്ടും നമ്മുടെ ക്ഷേത്രത്തിൽ വിത്ത് സേഫ്റ്റിയാണ് നമ്മൾ ഓരോരുത്തരെയും കടത്തി വിടുന്നത്. ഇപ്പോഴും സ്റ്റിൽ വളരെ സേഫായിട്ടാണ് ഓരോരുത്തരെയും കടത്തി വിടുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ കൂടെ ഇവിടെ വരുന്ന പലരും വിത്ത് നമ്മുടെ സേഫ്റ്റി ഒന്നും ഇല്ലാതെ, പരിശോധനയൊന്നും ഇല്ലാതെ, വിത്ത് സാറിൻ്റെ കൺസേണിൽ കയറി പോകുന്നു. സാറിൻ്റെ പിന്നിലാണ് കളിക്കുന്നതെന്നും പിന്നെ അവിടെ തുറന്നപ്പോൾ സ്വർണ്ണം ഒന്നും കണ്ടില്ല എന്നൊക്കെ ഉള്ള ഭയങ്കര രീതിയിലൊക്കെ ഒരു ന്യൂസുകൾ കാണുന്നുണ്ട്. എന്താണ് സാർ അതിൽ? എനിക്കൊന്ന് ഒരു റിപ്പോർട്ട്, ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് വന്നതാണ്. അവര് എങ്ങനെയോ ഇന്റലിജൻസ് കൂടിയോണ്ടായിരിക്കും അവർ ആരുടെ ചോദിക്കാതെ, അവിടെ ഒരു പോലീസ് ഉണ്ട്, പോലീസ് യൂണിറ്റ് ഉണ്ട്, അവരുടെ ചോദിച്ചില്ല. ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ്റെ ചെയർമാൻ വന്ന് സിറ്റിംഗ് ജഡ്ജാണ് ഡിസ്ട്രിക്ട്. നമ്മുടെ അടുത്തും ചോദിച്ചിട്ടില്ല. ഇവർ തന്നെ വെളിയിൽ നിന്ന് ആരുടെ അടുത്ത് ചോദിച്ചിട്ടൊരു റിപ്പോർട്ട് എഴുതിയതാണ്. അത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ എത്രയോ 750 ഗ്രാം സ്വർണം കാണാനില്ല, പിന്നെ 3 തട്ടുള്ള വിളക്ക്, ദീപാരാധന ഭഗവാന്റെ വിളക്ക് കാണാനില്ല, ഒരു വൈരനാമമുണ്ട്, അതൊക്കെ കാണാനില്ല എന്നൊക്കെയാണ് ആ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് വന്നേ പിന്നെ ചെയർമാനും ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും കൂടെ പോയി പരിശോധിച്ചു. അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അല്ലാതെ ഇത്രയും പോലീസുകാരും ക്യാമറ ഉള്ളപ്പോൾ വെളിയിൽ പോകുന്നതാണ്. പിന്നെ എൻ്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞത്, എൻ്റെ കൂടെ ഈ പറഞ്ഞ ഒറ്റ മനുഷ്യൻ പോലെ എൻ്റെ കൂടെ വരില്ല. അല്ലാതെ അവർ ഒറ്റയ്ക്ക് എൻ്റെ സുഹൃത്താന്ന് പറഞ്ഞ് പോയി പോലീസൊക്കെ ഇല്ലെങ്കിൽ എൻ്റെ കുഴപ്പമില്ല. അങ്ങനെ അവർ പോകാറുമില്ല. അങ്ങനെ ചെക്കിംഗ് ഇല്ലാതെ നമ്മുടെ അവിടുത്തെ പോലീസുകാർ ആരെയും വിടുകയില്ല. അവിടെ നല്ല സ്ട്രിക്റ്റ് ചെക്കിംഗ് ആണ്. പിന്നെ ഇടയ്ക്ക് ചില ആൾക്കാർ ഈ മറ്റേ കണ്ണാടിക്ക് ഉണ്ടല്ലോ, ക്യാമറ കണ്ണാടി, അതൊക്കെ വെച്ച് ആൾക്കാരെ ഇടയ്ക്ക് പോയി പിടിക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഈ ഇന്റലിജൻസ് എങ്ങനെ ഈ റിപ്പോർട്ട് എഴുതിയെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കറിയാം അത്രയും സേഫ്റ്റി ആയിട്ടാണ് ഓരോന്നും പരിശോധിച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറ്റി വിടുന്നത്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ നമുക്കറിയാം അവിടെ എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവും. തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട വലിയ പോസ്റ്റിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ ഒന്നിലത് നല്ലോണം പഠിക്കണം, അല്ലെങ്കിൽ അതിൽ പരാമർശിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കെങ്കിലും ചെയ്തിട്ട് വേണം പബ്ലിഷ് ചെയ്യാൻ. ഇത് ആരാണ് സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തുന്നത്? പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും എൻ്റെ പടം ഒരു ചാനലിൻ്റെ പേര് പറയുന്നില്ല, ചാനലിൽ എൻ്റെ പടം ഇങ്ങനെ വെച്ചിട്ട് താഴെ കൂടെ എന്താ സെക്യൂരിറ്റി ഇല്ലാതെ പോകുന്നു, അതിൻ്റെ അപ്പുറത്തെ സാധനം കാണാനില്ല. ഇതൊക്കെ നമ്മുടെ ചുമ്മാ മോശമാക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഇത് കണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും. സാർ എന്തായാലും സാറിൻ്റെ ഇപ്പം ഞാൻ യൂട്യൂബൊക്കെ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോട്ടോയൊക്കെ നോക്കുകയാണെങ്കിൽ റീൽസൊക്കെ നോക്കുകയാണെങ്കിലും സാറിനെ പറ്റി, സാറിനെ ആരാധിക്കുന്ന സ്റ്റിൽ ഇപ്പോഴും രാജാവായിട്ട്
അത്രയും അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അതിൽ കമൻസ് വരുന്നുണ്ട്, നമ്മുടെ രാജാവ്, നമ്മുടെ പൊന്നു രാജാവ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ, നമ്മുടെ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് ഉണ്ട്. പക്ഷെ നമുക്കറിയാം, നമുക്കിപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ മനസ്സിലാറ് ഇപ്പോൾ എങ്ങനത്തെ ഒരാളാണ്, ഇത്രയും പ്ലീസിങ് ആണെന്ന് നമുക്ക് സിമ്പിളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസും സാറ് പറഞ്ഞ പോലെ വരുന്നുണ്ട്. പക്ഷെ സാർ അങ്ങനെ ഒരു പ്രതികരണങ്ങളൊന്നും വലുതായിട്ടൊരു ഒപ്പോസ് ചെയ്ത് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് എന്നെ പറ്റി എഴുതുന്നത്. പക്ഷേ വേറൊരു തമാശ, ഈ നെഗറ്റീവ് കമന്റ്സ് എഴുതുന്ന പലരും എന്ന് പറയുന്നില്ല, കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി എടുത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുകയും ചെയ്തു, അവർക്ക് നെഗറ്റീവ് കമന്റ്സ് പറയണം. അവർ പറഞ്ഞ ഒരു കൂട്ടത്തിലാവുമ്പോൾ ഞങ്ങളത് പറഞ്ഞു പോകുന്നതാണ്, ശരിക്കും താങ്കളുമായിട്ട് പേഴ്സണലി ദേഷ്യമൊന്നുമില്ല, ഒന്നും തോന്നരുത്. ഓളത്തിന് ഞങ്ങളങ്ങ് പറയണ സാറേ. അവര് ചില തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെ കൂടെയുള്ള ആൾക്കാർ പറയുമ്പോൾ ഇവരും കൂടെ പറഞ്ഞു പോകും. ഇപ്പൊ രാജാവ്, തമ്പുരാൻ, പിന്നെ പൊന്നു തമ്പുരാൻ, ഇതൊക്കെ എന്നെ ആരും വിളിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. തമ്പുരാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാസ്റ്റാണ്. PMS നമ്പൂരിപ്പാട് അദ്ദേഹത്തിന്റെ കാസ്റ്റാണ്. അപ്പോൾ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ കാസ്റ്റാണ്. അല്ലാതെ തമ്പുരാൻ മീൻസ് രാജാവോ മഹാരാജാവോ ഒന്നും അല്ല അർത്ഥം. അല്ലല്ലേ? പക്ഷേ പൊതുവെ നമ്മളൊക്കെ വിചാരിക്കുന്ന തമ്പുരാൻ എന്ന് പറഞ്ഞ രാജാവ് എന്നാണ് അതിന്റെ മീനിങ് എന്നാണ്, അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പോഴും വെളിയിൽ പോയാലും ആരും ഇപ്പൊ പോയാലും അവര് എന്റെ പേരല്ല രാജാവൻ. അതാ സാർ, ഇപ്പോഴും സ്റ്റിൽ സാറിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നവരാണ് ഇവിടെ കൂടെ ഉള്ളത്. പക്ഷെ സാർ അങ്ങനെയൊന്നും കാണിക്കുന്ന ആളല്ല. പക്ഷെ സ്റ്റിൽ എല്ലാവർക്കും സാറിനെ വലിയ ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ക്ഷേത്രത്തെ പറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് എന്തായാലും ഇപ്പം നിലവറ കാണാനും നമ്മളെ പ്രേക്ഷകർക്ക് നമുക്ക് ആർക്കും ഒന്നും കാണാൻ പറ്റില്ല. സാറിന് അത് കാണാൻ പറ്റി. പക്ഷെ നമുക്കിപ്പോൾ ഒരു അവസരം കിട്ടിയാൽ അങ്ങനെ കിട്ടില്ല, കാണാൻ പറ്റില്ല. അതാ ഞാൻ ചോദിക്കുവായിരുന്നു സാർ. അപ്പം അതുകൊണ്ട് തന്നെ സാർ ഒരു 3D മ്യൂസിയം അതിൻ്റെ ഒരു ആലോചനയിലുണ്ട്. അത് മിക്കവാറും 1.5-2 വർഷത്തിനകം നടത്താനുള്ളൊരു ഐഡിയയിലാണ് കമ്മിറ്റിയും ബാക്കി എല്ലാവരുമായിട്ട്. അതിന്റെ എവിടെ സ്ഥലം വേണം, പിന്നെ വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം. അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചിട്ട് അത് സംസാരിച്ച് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെന്റുമായിട്ടും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ സാർ അതുപോലെ ക്രേസ് ഉള്ള ഒരു കാര്യമാണ് വണ്ടി എന്ന് പറയുന്നത്. സാറിന് ലേറ്റസ്റ്റ് എഡിഷൻ ഇപ്പൊ എന്താണ് സാർ? ലേറ്റസ്റ്റ് എഡിഷൻ ഞാൻ ഇപ്പോഴൊന്നും വണ്ടി അധികം വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ഈ കാർ ഡീലേഴ്സ് വന്നിട്ട് വണ്ടി ഓടിക്കാൻ ടെസ്റ്റ് ഡ്രൈവിന് ഇന്നലെ ഒരു ഓടി ഓടിച്ചു നോക്കി. കുഴപ്പം, നല്ല ഗേറ്റ് കയറി കഴിഞ്ഞാൽ ഞാൻ സ്പീഡ് കൊടുക്കും. വെളിയിൽ ക്യാമറയൊക്കെ ഏതൊക്കെ വർക്ക് ചെയ്യുന്ന അറിഞ്ഞൂടാ, എന്നാലും പെറ്റിയടിക്കും. വെറുതെ എന്തിനാ അടിക്കുന്നത്? അപ്പോൾ ഈ ഗേറ്റിൻ്റെ കുറച്ച് ദൂരെ നിർത്തിയിട്ട് A6 ആണെന്ന് തോന്നുന്നത്, ഓർക്കുന്നില്ല. അപ്പം സ്പീഡിലൊന്ന് പോയി നോക്കി. ഇവിടെ ഈ പോർട്ടിക്കോ എത്തിയപ്പോഴത്തേക്ക് 104 വരെ വന്നു സ്പീഡ്. ഞാൻ ആദ്യമേ ചോദിച്ചു ഇത് ബ്രേക്ക് ചവിട്ടി നിൽക്കുമോന്ന്. അപ്പം കുഴപ്പമില്ല, അകത്തിരുന്ന ആളെ ശാലം പേടിച്ചു തോന്നുന്നു. ഓടി ഞാൻ. പക്ഷേ കൂടുതലും എനിക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാനുവലാണ് കുറച്ചുകൂടെ ഇഷ്ടം. നമുക്കൊരു കോൺഫിഡൻസ്, ഗിയറൊക്കെ മാറ്റി അതൊക്കെ. സാർ 11ാമത്തെ വയസ്സിലാണല്ലോ തുടങ്ങിയത്. അത് പഴയ വോക്സ്വാഗൺ ബീറ്റിൽ. അപ്പൊ സാറിന് കൂടെ ഉണ്ടായിരുന്ന വലിച്ചനാണ് ആദ്യം കയറി ഇരുന്നിട്ട് ഒരു കുഷണൊക്കെ വന്ന് കാലെത്തില്ലല്ലോ ഓടിച്ച് സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ കിട്ടി. അതൊക്കെ വളരെ പെട്ടെന്ന് ഡ്രൈവിംഗ് പെട്ടെന്ന് എനിക്ക് 11ാമത്തെ വയസ്സിൽ കയറിയിരുന്നില്ലേ? പിന്നെ ഇവരാരും കാണാതെ ഒറ്റയ്ക്ക് ഓടിക്കുമായിരുന്നു വണ്ടി. ഗേറ്റിന്റെ അകത്ത് തന്നെ, വെളിയിൽ പോയില്ല. ഗേറ്റിന്റെ അന്ന് ഇത് സീറ്റ് ബെൽറ്റോ ഇതൊന്നുമില്ല. ആരും ഒന്നും പറയില്ല എപ്പോഴും വണ്ടി എടുക്കുമ്പോ. അതൊരു കാര്യമുണ്ട്, ഈ ആരും അറിയില്ല. ഞാൻ ഇരിക്കുമ്പോ എന്റെ തല ഡോറിന്റെ വെളിയിൽ കാണില്ല. അപ്പൊ ഇവരേക്ക് വണ്ടി തനിയെ പോവാൻ സാറിനെ കാണില്ലേ? കുഞ്ഞല്ലേ, കുട്ടിയല്ലേ? കാറ് മാത്രമേ പോകുന്നുള്ളൂ, ആളിനെ കാണും. ശരി. അപ്പൊ അതുകൊണ്ട് വഴക്ക് കിട്ടിയിട്ടില്ല, സ്കിപ്പായി. എന്നാലും കിട്ടിയിട്ടുണ്ട്. വലിയസിനെ എന്നെ വഴക്ക് പറയും, പിന്നെ വലിയസിനെ വഴക്കല്ല. എന്തിനാ കൊച്ചു കുട്ടിയില്ലേ, ഓവർ സ്പീഡ് പോയില്ലേ? അപ്പൊ ഞാൻ വന്നിട്ട് ഇല്ല, ഞാൻ 30-40 കൂടെ പോവില്ലെന്ന്. പിന്നെ 40 മൈൽസ് ആയിരുന്നു. അത് കിലോമീറ്റർ അല്ല, 40 മൈൽസ് 80 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചാവും. പക്ഷെ മൈൽസ് ആണ്. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ 30-40 പോകുന്നു. കിലോമീറ്റർ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആ വണ്ടി ഇപ്പോഴും കംപ്ലീറ്റ് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. ആ വണ്ടി ഇപ്പോഴും ഉണ്ട് കംപ്ലീറ്റ്. ഇപ്പോൾ പാർട്സ് കിട്ടാൻ പ്രയാസമുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ എഞ്ചിന്റെ കുറെ പാർട്സ് കിട്ടി. ഇപ്പൊ അത് വർക്ക്ഷോപ്പിലാണ് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുക. മേ ബി വിത്തിൻ എ വീക്സ് ടൈം ഇറങ്ങും. ഇപ്പോഴെനിക്കൊരു എല്ലാം ഉണ്ട്. പെട്രോൾ ഉണ്ട്,
ഡീസലുണ്ട്, ഇലക്ട്രിക്കും ഉണ്ട്. ഇലക്ട്രിക് ആ, ഡീസൽ പജേറോ ഉണ്ട്, ആ അത് കംപ്ലീറ്റ് ഇതാണ് മാനുവൽ, പജേറോ സ്പോർട്ട്. പിന്നെ പെട്രോളായിട്ടൊരു സെല്ലേറിയോ, EV ഉണ്ട്. ഇനി എടുക്കണം എന്ന് ആഗ്രഹമുള്ളത് അപ്പം ഇത് ഇനിയും ഒരു ഹൈബ്രിഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് വരുന്നുണ്ട്. ഫുൾ ഇലക്ട്രിക്കും ഫുൾ പെട്രോൾ ഓർ ഡീസൽ രണ്ടും, ഈ സെമി അല്ല ഫുള്ളായിട്ടുള്ള അങ്ങനത്തെ വണ്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. എൻ്റെ വിലയും കൂടെ നോക്കിയിട്ട് നിശ്ചയിക്കാം. ഓക്കെ സാർ. അപ്പോഴത്തേക്ക് നമ്മുടെ റോഡൊക്കെ തിരുവനന്തപുരം എറണാകുളമൊക്കെ ഫുൾ 4 ലൈൻ ആവും. 4 ലൈൻ ആവും. ആവണം. വിത്തിൻ 1.5 years റെഡി ആവണം, ആക്കണം. അതെ ആക്കണം. പക്ഷേ കുറെ ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നപ്പോഴത്തേക്ക് കൊല്ലം ടു ആറ്റിങ്ങൽ വരെ ഏകദേശം കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പൊ ഇപ്പോഴും ഏറ്റവും അഡ്വാൻറ്റേജ് ഇപ്പൊ ക്യാമറ വെച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ സാർ. അപ്പം എനിക്കിനി അറിയേണ്ട ഒരു കാര്യം, ഇപ്പം നമുക്കൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇന്ത്യയാണ്, രാജഭരണം അല്ല. പക്ഷെ ഇപ്പം രാജഭരണം ആയിരുന്നു എങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ സാറിന്? ഇല്ല. അല്ല, ഇപ്പം ഈ വ്യൂവേദ കിങ് ഇപ്പം സാറാണ് രാജാവായിരുന്നു എങ്കിൽ ഇപ്പം എന്തൊക്കെ റൂൾസ് കൊണ്ടുവരും സാറായിരുന്നു, ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ? ഇപ്പൊ നമ്മളെ ഈ സ്ഥിരം ഈ സിറ്റി തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ ഈ ട്രാഫിക് റൂൾ വയലേഷൻ, പിന്നെ ഈ സിഗ്നൽസ് വർക്ക് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ കവടിയാറ് വരുമ്പോൾ തന്നെ നോക്കിയിട്ടുണ്ട്, ഇങ്ങോട്ട് തിരിയാനുള്ള സിഗ്നൽ ഫ്രണ്ടിൽ വരില്ല, ബാക്കിൽ വരും. പിന്നെ ഇവിടെ ഒരു സിഗ്നൽ പോസ്റ്റ് ഒടിഞ്ഞു പോയിട്ട് 1.5 വർഷമായി, ഇതുവരെ വെച്ചിട്ടില്ല. ഞാനത് ഒരുപാട് അന്നത്തെ കെലട്രോൺ, TRD അങ്ങനെ പല വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സിനോട്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷെ ഓരോരുത്തർ പറയും മറ്റേ ആളാണ് ചെയ്യേണ്ടത്, ഇയാൾ പറയും മറ്റേ ആളാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ പാടില്ല. ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഉള്ള മെയിൻ ജംഗ്ഷനിൽ സിഗ്നൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ എത്ര അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഡിലേ വരാതെ സിഗ്നൽ കറക്റ്റ് വർക്ക് ചെയ്യുക. അതുപോലെ ലൈറ്റ് പകൽ സമയത്ത് ഇടാൻ പാടില്ല, കെടുത്തുക. റോഡിൽ പൈപ്പിലേക്ക് വന്ന് പെട്ടെന്ന് മാറ്റുക, റോഡിൽ കുഴി പെട്ടെന്ന് അടയ്ക്കുക. ഗതാഗതം, ട്രാൻസ്പോർട്ട് പെട്ടെന്ന് വെച്ചാൽ നമുക്ക് സഞ്ചരിക്കുമ്പോൾ അപകടം വരാതുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ്. ഇതാണ് ഫസ്റ്റ് ജനങ്ങളുടെ സേഫ്റ്റി. പിന്നെ നമ്മുടെ നാടിൻ്റെ വികസനം, നമ്മുടെ എയർപോർട്ടായാലും സീപോർട്ടായാലും റെയിൽവേ ആയാലും ഫാസ്റ്റ് ട്രെയിൻസ്. ഇപ്പോൾ എനിക്കൊന്ന് ബുള്ളറ്റ് ട്രെയിൻ, ഞാൻ അന്ന് ജപ്പാനിൽ പോയപ്പോൾ 250 കിലോമീറ്റർ പോകുമായിരുന്നു. എത്ര വർഷം മുമ്പേ? 20 years back, 25 years back. ഇവിടെ ഇപ്പോഴും നമുക്ക് മാക്സിമം 120 ഉള്ളൂ. ശരിക്കും 250 കിലോമീറ്റർ പോവുകയാണെങ്കിൽ തിരുവനന്തപുരം എറണാകുളം 50 മിനിറ്റിലെത്താം. 50 മിനിറ്റ് കൊണ്ട് എത്താം. 220 കിലോമീറ്റർ ട്രെയിൻ സ്പീഡിൽ പോവാണ്. തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ വഴി 190 കിലോമീറ്റർ ഉള്ളൂ. 1 മണിക്കൂർ താഴെ പോരെ എത്തും. കോഴിക്കോട് 2 മണിക്കൂർ, കണ്ണൂർ 3 മണിക്കൂർ. പോട്ടെ 2-3 സ്റ്റോപ്പ് ഉണ്ടെങ്കിലും മാക്സിമം ഒരു 1.5-1.5 മണിക്കൂറിനകത്ത് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. പുതിയ അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റിൽ വരാൻ പോവില്ല. ഇപ്പൊ ബാംഗ്ലൂർ 740 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഒരു 150 കിലോമീറ്റർ പോവുകയാണെങ്കിൽ എനിക്കൊന്നൊരു 4-5 മണിക്കൂർ, മാക്സിമം 4 hours നമുക്ക് ബാംഗ്ലൂരും ചെന്നൈയൊക്കെ എത്താൻ പറ്റും. എന്ത് നന്നായിരുന്നല്ലേ സാർ. പക്ഷെ അതൊക്കെ വരും. എനിക്ക് ബുള്ളറ്റ് ട്രെയിൻ ബോംബെ, ഡൽഹി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് എല്ലാം നമുക്കുണ്ട്, പക്ഷെ ഇംപ്ലിമെന്റേഷൻ ഫാസ്റ്റ് ആവണം, എന്നാലും നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടും. പെട്ടെന്ന് ഇങ്ങോട്ട് വരട്ടെ, പെട്ടെന്നില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും കേരളത്തിൽ വരട്ടെ. ഇത്രയും ബുദ്ധിയുള്ള ലോകത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർ കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പൊ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പുറമോട്ടാണോ എന്നൊരു സംശയം. സ്പീഡ് കുറവാണ്. വേറെന്തൊക്കെ മാറ്റമുണ്ട് ഇത് കൂടാതെ? വേറെ പിന്നെ ഡ്രഗ്സ്, അതായിരിക്കണം മെയിൻ തിങ്. അതാണ് എത്ര കൊച്ചു കുട്ടികളാണ് ഡ്രഗ്സിന് അടിമയാവുന്നത്. സത്യം. ഇപ്പൊ സുലഭമാണ് സാർ, എവിടെ പോയാലും അവർക്ക് അത് കിട്ടുന്നുണ്ട്. ഇപ്പൊ വേറെ എന്ത് ഫിലിമോ നാക്കിൽ വെക്കുന്നത്, MDM എന്തൊക്കെയാണ്. ഇപ്പൊ ഒരുപാട് ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പിടിക്കുന്നവരെ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? പിടിക്കുന്നവർക്ക് ശിക്ഷ, അവരെ കൊണ്ടുവരുന്നവരുണ്ട്, അത് ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ഈ ഈ കുട്ടികൾക്ക് മുട്ടായി എന്ന് പറഞ്ഞ് കൊടുക്കും ആദ്യം വെറുതെ. പിന്നെ അവർ ഇത് കിട്ടാതാകുമ്പോൾ വേണമെന്ന് പറയുമ്പോൾ അവരെ ഈ മറ്റേ ഏജന്റൊക്കെ ആക്കും, സപ്ലൈ ചെയ്യാനുള്ള 2 പേർക്ക് കൊടുക്കും എന്നാ കേട്ടിട്ടുള്ളത്.
സാർ നിയമം ഒന്ന് കർശനമാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും വരില്ല. ഡ്രഗ്സിന്റെ കാര്യത്തിൽ നിയമം വളരെ കർശനമാക്കണം. അതെ സാർ. ഇപ്പൊ എനിക്കൊന്ന് മലേഷ്യയില് സിംഗപ്പൂര് എയർപോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേസ്റ്റ് ബിന്നിൽ ഇടുക, പിടിക്കുകയാണെങ്കിൽ ഡെത്ത് പെനാൽറ്റിയാണ്. അതെ സാർ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഡ്രഗ്സ് ഒരു പാവം കുട്ടികളുടെ, ഇപ്പോൾ വലിയ ആൾക്കാരെ ഡ്രഗ്സ് കഴിച്ച് അദ്ദേഹത്തിന് അറിവായിട്ട് കഴിക്കുന്നതായിരിക്കും, എന്നാലും അത് തെറ്റാണ്. പക്ഷെ കൊച്ചുകുട്ടികളുടെ വളരെ കഷ്ടം. അത് കിട്ടുന്നുണ്ട് സാർ, എങ്ങനെയാണ് ഇത്രയും കിട്ടുന്നെന്നുള്ളത് അവർക്കറിയില്ല, അവർ ഓട്ടോമാറ്റിക്കലി അതിൽ വീണ് പോകുന്നതാണ്. പിന്നെ അത് ഒരു അഡിക്ഷൻ ആയിട്ട് മാറുന്നതാണ്. പക്ഷെ അത് ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം. എങ്ങനെ പിടിക്കാൻ നോക്കും എന്നാണ്. ഇപ്പോൾ ഈ അരി കൊണ്ടുവരുന്നത് ചാക്ക്, ഇപ്പം അതിൻ്റെ അകത്തൊക്കെ ഇവർ പല രീതിയിലാണ് കൊണ്ടുവരുന്നത്. നമുക്ക് വളരെ പ്രയാസമാണ്. അത് ഈ ഉപയോഗിക്കുക ഈ ഏജൻസും എല്ലാവരും ഒന്നിച്ച് ചെന്നാലേ ഇത് തടുക്കാനും. പക്ഷെ ഇപ്പൊ കുറെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നമുക്ക് തൂഫാൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരും, ആൾക്കാർക്ക് അവയർനെസ് ഉണ്ട്. പക്ഷെ എന്നാലും പോരാ, കുറച്ചുകൂടെ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത് ഒന്നിച്ചെന്ന് എതിർക്കണം ഡ്രഗ്സിനെ. സാർ യാത്രകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ എന്തായാലും ഒരു ട്രാവലോഗ് എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു, ഒരു പുസ്തകമൊക്കെ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരെണ്ണം എഴുതിയിട്ടുണ്ട് വെച്ചാൽ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു. ഞാനും നമ്മുടെ ജയചന്ദ്രൻ സാറ് മനോരമയിലെ ഫോട്ടോഗ്രാഫർ, അദ്ദേഹവും ഞാനും കൂടെ പോയത്. അപ്പം അതൊരു 3 years ബാക്ക്. ആദ്യ കൈലാസം എന്ന് പറഞ്ഞ സ്ഥലം, കൈലാസത്തിൽ പോകാൻ നോക്കിയപ്പോൾ അതിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ അടുത്തുള്ള ആദ്യ കൈലാസമാണ്. ഒരു ധൈര്യം വെച്ചങ്ങ് പോയതാ. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി, റോഡ് അന്ന് ജസ്റ്റ് വന്നേ ഉള്ളൂ, റോഡ് എല്ലാം ഈ മണ്ണ് റോഡാണ്. അത് ഡൽഹിയിൽ നിന്ന് ഒരു 12 മണിക്കൂർ കാറിൽ പോയി ബേസ് ക്യാമ്പിലെത്തുകയും അങ്ങനെ വളരെ കഷ്ടപ്പെട്ട യാത്രയാണ്. മൊബൈൽ ഫോൺ പോലും ഇല്ല. പോകുന്ന വഴി തന്നെ ഒരു മലയിടിച്ചിൽ വന്നിട്ട് അരിവയൊക്കെ നടന്നുപോയി. വേറെ ഈ ജീപ്പ് ഉണ്ടല്ലോ, ഈ ആൾക്കാരെ വർക്കേഴ്സിനെ കൊണ്ടുവന്ന ജീപ്പുണ്ട് ഓപ്പൺ, അതിലൊക്കെ നിന്നൊക്കെ പോയി. അപ്പടേ ആരറിയാൻ, രാജാവാണെന്ന് അറിയില്ല. എന്നിട്ടും ഈ റോഡ് ക്രോസ് ചെയ്ത് അരുവി ക്രോസ് ചെയ്തോണ്ടിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലേ തമ്പുരാൻ ഇവിടെ മനസ്സിലായി. ഇവിടുന്ന് പോയവര് അവരും തിരിച്ച് നടന്നു വരികയായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ അത് മോളിൽ പോയി ആദ്യ കൈലാസം, ഓം പർവ്വത് അവിടെയൊക്കെ പോയിട്ട്. പക്ഷെ അന്ന് കാലാവസ്ഥ ചെറിയൊരു എങ്ങനെയാണ് സാർ അവിടുത്തെ കാലാവസ്ഥയൊക്കെ? കാലാവസ്ഥ ആദ്യമായിട്ട് പോവല്ലേ, 14,000 feet ഉണ്ട്, -2 degrees ഒക്കെയാണ്. പിന്നെ കാറ്റാണ് ഭയങ്കര. അപ്പം അത് പോയിട്ട് പിന്നെ തിരിച്ച് വരുന്ന വഴിയിലും മലയിടിച്ചിൽ വന്ന് ജീപ്പ് ഒരു ബൊളേറോ ആയിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് അവർ പറഞ്ഞു ഇനിയും പോവില്ല. ഞാൻ പറഞ്ഞു വീട്ടിൽ ഫോൺ ചെയ്യണം. ഫോൺ ചെയ്യണമെങ്കിൽ 10-15 കിലോമീറ്റർ നടക്കണം. ഇവിടെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് ഹിന്ദി ചോദിച്ചേ. ആ പറഞ്ഞു വീട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്, വീട്ടിൽ നിന്ന് അറിയിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല, ജീവിച്ചിരുമ്പോൾ അറിയിച്ചാൽ നോക്കിയിട്ട് ഒരു പട്ടാള ക്യാമ്പുണ്ട്, അവിടെയൊക്കെ പട്ടാള ക്യാമ്പ്, വൈഫൈ കണക്ട് ചെയ്ത് വിളിച്ചോളാം പറഞ്ഞു. വൈഫൈ വഴി പെട്ടെന്ന് വിളിച്ചോളൂ, ജീവനോടെ ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങി. വേറെ വഴിയിൽ കിടക്കാൻ വണ്ടിക്കകത്ത് കിടന്ന്, പക്ഷെ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഉറങ്ങി. ഹെൽത്ത് കണ്ടീഷൻസ് അങ്ങനത്തെ ക്ലൈമറ്റ് അങ്ങനെ പ്രശ്നം വരും, അങ്ങനത്തെ കുഴപ്പമില്ല. ഓക്സിജൻ കുറവാണ്, സ്പീഡ് നടക്കുകയാണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടും. ശരിക്കും താഴെ 2 ദിവസം കിടന്ന് അങ്ങനെയൊക്കെ വേണം പോവാൻ. പിന്നെ അങ്ങനെ പോയി ഒരു ട്രാവലോഗ് എഴുതി. പിന്നെ ഇപ്രാവശ്യം മുക്തിനാഥ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? മുക്തിനാഥ് ശരി, എന്നാ വേറൊരു പേര് പോക്കറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ട്, സിനിമയിൽ കേട്ടിട്ടില്ലേ പേര്? നേപ്പാളില്. അവിടുന്ന് ഒരു 120 കിലോമീറ്റർ അപ്പ് ഹിൽ പോണം മുക്തിനാഥ്. നമ്മുടെ ഈ 108 ദിവ്യദേശം, ശ്രീപത്മനാഭസ്വാമി അമ്പലം ഉൾപ്പെടുന്ന 108 ദിവ്യദേശങ്ങളിൽ ഭാരതത്തിന് പുറത്തുള്ള ഏക ക്ഷേത്രമാണ് മുക്തിനാഥ്. വിഷ്ണു ക്ഷേത്രമാണ്. ചെമ്പിലോ മറ്റോ തോന്നുന്നു വിഗ്രഹം. അവിടെ നല്ല തണുപ്പാണ്, -2 -3 ഒക്കെ വരും. നേപ്പാളിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കൊന്ന് 200-300 വർഷം മുമ്പേ സാളിഗ്രാമ അവിടുന്ന് കാളി കണ്ടകൈ നദിയിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് തിരുവനന്തപുരത്തോട്ട്. 300 വർഷം മുമ്പേ എങ്ങനെ കൊണ്ടുവന്ന് കാണും? ആനപ്പുറത്ത് GPS, കോമ്പസ്, ഫോണ്, ഇലക്ട്രിസിറ്റി ഇതൊന്നും ഇല്ലാതെ എത്തി. ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഇങ്ങ് എത്തി. എനിക്കൊന്ന് 24,000 സാളിഗ്രാമം കൊണ്ടുവന്നു. അതിൽ 12,008 നമ്മുടെ വിഗ്രഹത്തിന്റെ അടിയിലുണ്ട് ലേപനം ചെയ്തിരിക്കാൻ. എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതൊക്കെ വെച്ച് അടുത്തൊരു പുസ്തകം കൂടെ ഇറക്കുന്നുണ്ട്, ഈ ഹിമാലയൻ യാത്ര. മുക്തിനാഥ് സെക്കൻഡ് ബുക്കാണല്ലേ? സെക്കൻഡ് മുക്തിനാഥ്, തുംഗനാഥ്, ചന്ദ്രശില,
അവിടെയൊക്കെ പോകാനുള്ള ഉടനെ publish ചെയ്യും. വർക്ക് തുടങ്ങി. പിന്നെ ഇപ്പോഴും കഴിഞ്ഞ 1.5 മാസം മുമ്പേ വീണ്ടും ആദ്യ കൈലാസം ഓം പർവ്വതം പോയി. പോയി. അന്ന് കാലാവസ്ഥ പക്ഷെ റോഡ് നല്ല മാറി. അവിടെ ഓക്കെ ആയിരുന്നു യാത്ര കുഴപ്പമില്ല. പക്ഷെ തണുപ്പ്, ഐസ്, മഴയും തണുപ്പ്, അതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വലിയ പ്രയാസമാണ്. പക്ഷെ എൻജോയ് ചെയ്തില്ലേ സാർ അത്? കുഴപ്പമില്ല. ഈ ഏറ്റവും നമ്മൾ അവിടെ പോയ ഭാഗ്യം ക്ലൈമറ്റ് ആണ്. മേഘം കാണാൻ പാടില്ല. ഇത് ദർശനം ഓം എഴുതിയിരിക്കുന്ന അത് അങ്ങനെ ശരിക്കും അതെ. മഞ്ഞ് കുറച്ചുകൂടെ കുറയുമ്പോൾ വൃത്തിയായിട്ട് തെളിഞ്ഞ് കാണാം. അതിപ്പോ നേപ്പാൾ പറയുന്നത് നേപ്പാളിലെ ഭൂമിയാണ്. ടിബറ്റ്, അതായത് ചൈന പറയുന്നത് ചൈനയുടെയാണ്. പക്ഷെ നമ്മുടെ ഭാരത സർക്കാരിൻ്റെയാണ്. ശരിക്കും അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയണം പട്ടാളം എത്രത്തോളം നമ്മളെ സേവ് ചെയ്യുന്നു എന്ന്. അവർ ഈ ഊണും ഉറക്കവും ഇല്ലാതെ തണുപ്പും ചൂടും, ചൂടില്ല എന്നാലും ഈ എക്സ്ട്രീം ക്ലൈമറ്റ്സ് അല്ലേ, ഇവിടെ ഇങ്ങേറ്റിരിക്കുന്ന നമ്മളെ വരെ സംരക്ഷിക്കുന്ന അവിടെ ഇരിക്കുന്ന പട്ടാളക്കാരാണ്. തീർച്ചയായിട്ടും. സാറിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എങ്കിലും ഒരാളെ പറഞ്ഞ റോൾ മോഡലായിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോൾ മോഡൽ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി റോൾ മോഡൽ എന്ന് പറഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗീത വായിച്ചാൽ മതി. അതാണ്. പിന്നെ ഞാൻ തന്നെ ഞാൻ തന്നെയാണ്. സാർ ഇവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബിസിനസ് പരമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്? ബിസിനസ് പഴയ മഹാരാജാവ് എനിക്ക് 1940s ഒരു കമ്പനി വാങ്ങിച്ചു, ഒരു ഇംഗ്ലീഷ് കമ്പനി, ആസ്പിൻ മോൾ എന്ന് പറഞ്ഞ. അപ്പോൾ അത് മെയിൻലി C&F ആണ്, ക്ലിയറിംഗ് ഫോർവേഡിങ്. പിന്നെ നമുക്ക് കുറച്ച് കോഫി എസ്റ്റേറ്റ് ഉണ്ട്. കോഫി എസ്റ്റേറ്റ് അല്ല, കോഫി ക്യൂറിംഗ് ഉണ്ട്. അതിൽ എക്സ്പോർട്ടാണ് കൂടുതലും. പിന്നെ ഈ കയർ മാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് പൊള്ളാച്ചിയിൽ. പിന്നെ കുറച്ച് എസ്റ്റേറ്റ് ഉണ്ട്, പുല്ലങ്കോട്, നിലമ്പൂർ. ഇതെല്ലാം കൂടെ കമ്പനി വാങ്ങിച്ചപ്പോൾ കൂടെ കിട്ടിയ അസറ്റ്സ് ആണ്. അപ്പം അതിൻ്റെ ഒരു ഡയറക്ടറാണ് ഞാൻ. അപ്പം അതിൽ നിന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബിസിനസ് കിട്ടുന്നത്. ഇൻകം അതിൽ നിന്ന് ഇൻകം കിട്ടുന്നത്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ, ഗേറ്റിന്റെ അടുത്ത് തന്നെ. ബാഡ്മിന്റൺ ഞാനും കളിക്കും. ഡെയിലി അത് ചെയ്യുന്നുണ്ട്? ഡെയിലി കളിക്കുന്നുണ്ട്. സാറിന്റെ പ്രധാനപ്പെട്ട ഹോബി ഇതാണോ? ബാഡ്മിന്റൺ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഗെയിമാണ്. അപ്പൊ സാറിന്റെ റുട്ടീനിൽ വരുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ബാഡ്മിന്റൺ എന്ന് പറയുമ്പോൾ. വളരെ ആണ്. എങ്ങനെയാലും ഒരു 7-8 വരെ അല്ലെങ്കിൽ 7-8 വരെ അരമണിക്കൂറെങ്കിലും വ്യായാമം. സാർ ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലേ? ഫുഡ് കാര്യങ്ങൾ 22 വർഷമായിട്ട് 62 കിലോയിലാണ്. അടിപൊളി. രാവിലെ വെയിറ്റ് എടുത്ത് നോക്കി 62 ആണ്. നമ്മളൊക്കെ വെള്ളം കുടിച്ചപ്പോൾ സാർ വണ്ണം വെക്കും, അതെന്താണെന്ന് അറിയില്ല. പക്ഷെ സാർ ചെയ്യുന്നുണ്ടല്ലോ. ആഹാരം പിന്നെ അധികം മെയിൻ ജങ്ക് ഫുഡ് ഒഴിവാക്കുക. പിന്നെ ഞാൻ വെജാണ്, എഗ്ഗും കഴിക്കൂല. ജങ്ക് ഫുഡ് ഈ ഫാറ്റി ഫുഡ് ഒഴിവാക്കിയാൽ മതി. പിന്നെ എക്സസൈസ് ഇല്ലാതെ വണ്ണം കുറയില്ല. നമ്മൾ ആ പട്ടിണി കിടന്ന് വെച്ച വണ്ണം അങ്ങനെ കുറയണം. നമ്മളത് അൺഹെൽത്തി ആയിപ്പോ. ക്രാഷ് ഡയറ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. രാവിലെ എനിക്ക് കുറച്ച് കൃഷിയുണ്ട് ഇവിടെ, ടെറസ് കൾട്ടിവേഷൻ. തക്കാളി, വെണ്ടയ്ക്ക, പാവയ്ക്ക, പയറ്, ചീനമരയ്ക്ക, കത്തിരിക്ക. ടെറസില് മുകളിൽ ദിവസം അപ്പോൾ ഒരു 6-6:30 എണീച്ച് അതിന് വെള്ളം ഒഴിക്കുകയും. നമ്മളിത് പിന്നെ കുറെ പിച്ചി, തെറ്റി, തുളസി കട്ട് ചെയ്യണോ സാർ? ഇത് കട്ട് അല്ല സാർ, ഇതെന്താ സംഭവം? ഇത് പണ്ടത്തെ അല്ലേ സാർ? ഇത് വളരെ പഴയത്, അതുകൊണ്ടാണ് അത്. ഇപ്പൊ മണി 12 പക്ഷെ അത് അടിച്ചത് 4-5 മറ്റാണ്. അതെനിക്ക് തോന്നുപോലെ അടിക്കും സാർ. അത്രയും വർഷം പഴക്കമുള്ള സാർ ഇപ്പോഴും ഞാനാ വൈൻഡ് ചെയ്യുന്നത്. ഇവിടെ പഴയ ക്ലോക്സ് അതുകൊണ്ടാ പറഞ്ഞാൽ കേൾക്കുന്നത്. ഇവിടെ കുറെ പഴയ വൈൻഡിങ് ക്ലോക്സ് ഉണ്ട്, ഇതെല്ലാം ഞാൻ തന്നെ വൈൻഡ്. ഇത് വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് നിൽക്കും. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും ടൈം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ അടിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യണം. അതിനെക്കാട്ടും ഞാൻ സൂചി മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വൈൻഡ് ചെയ്യും. ഇവിടെ നിന്ന് എണ്ണിയോണ്ട് മനസ്സിലായി 4 അടിച്ചുള്ളൂ. തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൂല. ശരി. പക്ഷെ അടിപൊളി സാർ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അത്. എന്നാലും ഇത്രയും വർഷമുള്ള ഒരു ക്ലോക്ക് അല്ലേ അത്? അതെ. ഇപ്പോഴും സാർ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും പഴക്കമുള്ള സാധനങ്ങളാണല്ലോ. ഇത് എല്ലാം നമ്മൾ ഒഴിച്ച് പക്ഷെ ഇതിൽ നിന്ന് ഒരു സാധനങ്ങളും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ ഇപ്പോഴത്തെ? ഈ റൂമില് ഇല്ല, എല്ലാം പഴയത് തന്നെ. ഈ ഫാൻ മാത്രമേ ഉള്ളൂ പുതിയത് ഇപ്പോഴത്തെ കാലഘട്ടം. നേരത്തെ അപ്പൊ ഇത് എങ്ങനത്തെ പഴയ ഫാനായിരുന്നു, വലിയ ഫാൻ. അത് ഫാൻ ഓൺ ചെയ്ത് കറങ്ങുമ്പോൾ മീറ്റർ അതിന്റെ ഇരട്ടി സ്പീഡിൽ ഓടും.
അതുകൊണ്ട് തന്നെ മാറ്റി ഫാൻ. ശരി. അപ്പം ബാക്കി എല്ലാ റൂംസിലുള്ളതും ബാക്കി ഫാൻസ് ഒക്കെ മാറ്റി. സ്ഥിരം യൂസ് ചെയ്യുന്ന ഫാൻസ് ഒക്കെ പുതിയ മോഡേൺ ഫാൻസ് ആക്കി, കറണ്ട് കുറച്ചുള്ള. ബാക്കിയെല്ലാം പഴയ സാധനങ്ങളാണ്. AC ഒന്നും ഇല്ല ഇവിടെ. ഇല്ല. അപ്പൊ തണുപ്പ് കറക്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്, കറക്റ്റ് കാറ്റും കാര്യങ്ങളും. ഞാൻ ജനിച്ചത് ഈ വീട്ടില, ഇവിടെ തന്നെയാ ജനിച്ചത്, ഈ ഹോസ്പിറ്റലല്ല. ഞാൻ കുട്ടികളത്ത് പറയാം, നിങ്ങളൊക്കെ ജനിച്ചത് ഹോസ്പിറ്റലിൽ, ഞാൻ വീട്ടിലാണ് ജനിച്ചത്. ലാസ്റ്റ് ഹ്യൂമൻ ബീയിങ് ടു ബി ബോൺ ഹിയർ. ബാക്കിയുള്ളവരെല്ലാം ഹോസ്പിറ്റലിൽ. അല്ലെ അടുത്ത തലമുറ പിന്നെ അത് പ്രാക്ടിക്കൽ അല്ല. പണ്ട് ഈ സ്കാൻ ഒന്നും ഇല്ലല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നു സാർ, ഇവിടെ ഏകദേശം ഒരു 100 റൂംസ് അടുപ്പിച്ച്, 100-110 അടുപ്പിച്ചുണ്ട്. ഞാൻ കൃത്യം എണ്ണിയിട്ടില്ല. എല്ലായിടത്തും എണ്ണി നോക്കണം. സത്യം പറഞ്ഞ ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഒന്ന് കാണാനായിട്ട്. പക്ഷെ 100 സാർ എല്ലായിടത്തും കയറിയിട്ടുണ്ടോ? ഉണ്ട്, റൂംസ് എല്ലാം പോയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ഇതൊരു മുറി, അതൊരു മുറി, ഇപ്പുറത്തുള്ള ഈ ചെറിയ റൂം, അങ്ങനെ എണ്ണുമ്പോഴത്തേക്കാണ് ഈ 100 വരുന്നത്. എനിക്ക് ബെഡ്റൂംസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10 ബെഡ്റൂമൊക്കെ കാണും. ബാക്കിയെല്ലാം ഹാൾസും വരാന്താസും അങ്ങനെ. പിന്നെ ഊണ് കഴിക്കാൻ ഒരു മുറി, ചായ കുടിക്കാൻ ഒരു മുറി, പിന്നെ വിസിറ്റേഴ്സിനെ കാണാൻ വേറൊരു മുറി. ഇതും ഒരു വിസിറ്റേഴ്സ് റൂം. ഇവിടെ ഈ ഫ്ലോർ ആണോ? മുകളിലാണ്. എല്ലാവരും അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു അന്തരീക്ഷത്തിൽ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വലിയ കൊട്ടാരമാണ്. ഭയം അങ്ങനെയൊക്കെ എന്തെങ്കിലും? ഇല്ല. രാത്രി അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അറ്റ്മോസ്ഫിയർ അല്ലേ നമ്മൾ, എനിക്ക് തോന്നുന്നു ഇത് ഇതുമായിട്ട് പരിചയപ്പെട്ടത് കൊണ്ടായിരിക്കും അല്ലേ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ പ്ലസന്റ് ആയിട്ടുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. പൊതുവെ നമ്മുടെ ഇവിടെ പത്മനാഭദാസർ എന്നാണല്ലോ അറിയപ്പെടുന്നത്. സർ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്ക്, എല്ലാ ആൺകുട്ടികളും 1 വയസ്സ് കഴിയുമ്പോൾ ഒറ്റക്കൽ മണ്ഡപമുണ്ടല്ലോ പത്മനാഭൻ, അത് 1 വയസ്സ് കഴിഞ്ഞ് നല്ലൊരു ദിവസം നോക്കി അവിടെ കൊണ്ട് കിടത്തും, ചെറിയൊരു മുണ്ട് വിരിച്ച്. അപ്പോൾ അകത്തുനിന്ന് നമ്പി അല്ലെങ്കിൽ തിരുമേനി വന്നിട്ട് തലയിൽ അരിയിട്ടിട്ട് പത്മനാഭദാസ എന്ന് പറഞ്ഞ് സമർപ്പിക്കും. അപ്പോൾ നമ്മളെ അടിമ കിടത്തുകയാണ്, ഭഗവാന്റെ അടിമ കിടത്തുകയാണ് 1 വയസ്സ് കഴിയുമ്പോൾ. അന്നോട്ട് പത്മനാഭദാസന്മാരാണ്. എന്നെ കിടത്തിയിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ തുടങ്ങിയത് ഓണത്തിൽ നിന്നാണ് തുടങ്ങിയത്, ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പൊ സാർ, ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് എല്ലാവരും കൂടുന്നു, അമ്പലത്തിൽ പോകുന്നു, ഊണ് കഴിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല. ഒന്നുമില്ല. സാർ, അടുത്തായിട്ട് റാപ്പിഡ് ഫയർ റൗണ്ടാണ് സാർ. അതിൽ ഇത് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യണം സാറിന് ഇഷ്ടപ്പെട്ടത്. കുറച്ചേ ഉള്ളൂ. സാർ, ഒരു ഏർലി ബേർഡ് ആണോ ഒരു നൈറ്റ് ഔൾ? രാവിലെയാണോ ഇഷ്ടപ്പെടുന്നത്? രാവിലെ എണീക്കാൻ അതിരാവിലെ ഇല്ല, ഒരു 6:30. നൈറ്റ് ലേറ്റായിട്ട് കിടക്കുന്ന കുഴപ്പമില്ല. എത്ര മണിയൊക്കെ? 12:30. പക്ഷെ എണീക്കാൻ പ്രശ്നമില്ല. എണീക്കാൻ 6:30. അപ്പോഴാണല്ലേ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നത്. സാർ, അടുത്തൊരു ടീ ഓർ കോഫി? കോഫി. അടുത്ത ബീച്ച് ഓർ ഹിൽസ്? കേരള ഓർ എബ്രോഡ്? കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ പറയും. കേരളത്തില് അഗസ്ത്യമലകൾ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഓക്കെ. ട്രഡീഷണൽ ഡ്രസ് ഓർ കാഷ്വൽ ഡ്രസ്? കാഷ്വൽ. കാർ ഓർ ട്രാവൽ? ക്രേസ് എന്ന് വെച്ചാൽ കാറാണോ ഇഷ്ടം? കാർ പോയാലേ ട്രാവൽ ചെയ്യാവൂ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ കാറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും, റേസ് അങ്ങനെ. ട്രാവൽ. പാലസ് ലൈഫ് ഓർ നേച്ചർ? അത്രേ ഉള്ളൂ. താങ്ക് യു സാർ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സാർ. അപ്പോൾ എന്തായാലും ഈ ഒരു തിരക്കുള്ള വേളയിൽ സാർ നമ്മളോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ. നമ്മുടെ മംഗളം TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? ഒരു ഓണം വിഷോ എന്തെങ്കിലും? എല്ലാ മാന്യ മംഗളം TV പ്രേക്ഷകർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരാനുഗ്രഹവും നല്ല മനസ്സും നല്ല ബുദ്ധിയും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാട്ടിനും നാട്ടുകാർക്കും ഒരു കുഴപ്പവും വരാതെ സർവശക്തനായ ഈശ്വരൻ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ. നമസ്കാരം.